Good evening, all. Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Good evening. നമുക്കൊരു പ്രയറോട് കൂടി സ്റ്റാർട്ട് ചെയ്താലോ? സിഗി സാമുവൽ ഒരു പ്രയർ ചെയ്തേ. സിജി ഇല്ല എവിടെ? യെസ് മാം. എന്താ മാം? ഞാൻ കേട്ടില്ല. എന്തായിരുന്നു? ഒരു പ്രയർ ചെയ്യോ? ഓക്കെ മാം. 1 second മാം. മാം, ഞാന് എന്റെ മോളൊരു പാട്ട് പാടാൻ റെഡി ആയിട്ടാണ് ഇന്ന് ഇരിക്കുന്നത്. മാം കറക്റ്റ് ടൈമിൽ എന്നെ വിളിച്ചത്. ഒരു മിനിറ്റ് മാം, ഞാൻ ആ ബുക്ക് ഒന്ന് എടുക്കുന്നുണ്ടേ. ഓക്കെ. വിരിഞ്ഞു നിന്ന താരം വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവയ്ക്കു ഞങ്ങളിൽ. വിരിഞ്ഞു നിന്ന താരം സമസ്ത സുന്ദരോജ്വല പ്രഭാത കാന്തി ചിന്തിടും സമസ്ത സുന്ദരോജ്വല പ്രഭാത കാന്തി ചിന്തിടും സുമംഗളായിടാവു ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ. നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവയ്ക്കു ഞങ്ങളിൽ. കഴിഞ്ഞു മാം. നല്ല അടിപൊളി സിംഗർ ആണല്ലോ സിജി. ഞാനില്ല മാം, എന്റെ മോളാണ് പാടിയത്. എനിക്ക് തോന്നുന്നു എന്റെ ക്ലാസ്സിൽ പ്രയർ ചെയ്തിട്ടില്ല അല്ലെ? പാടിയിട്ടില്ല. ഇല്ല മാം, ഇല്ല. ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ. എന്തായാലും നല്ലൊരു ഗായകനെ മനസ്സിലായി അതിലൂടെ, സിംഗറിനെ കണ്ടെത്തി. ഓക്കെ. താങ്ക് യു മാം, താങ്ക് യു. പാട്ടൊക്കെ പാടാറുണ്ടോ പള്ളിയിലോ മറ്റൊക്കെ? പള്ളിയില് ആക്ച്വലി ചെറുപ്പത്തില് ആള് സിംഗിങ് പഠിച്ചിരുന്നു. മോളാണ് കേട്ടോ മിസ് പാടിയത്, ഞാനല്ല. ഹലോ, മോളാണ് പാടിയത്? മോളാണ് മാം പാടിയത്. അല്ലല്ല, ഞാനല്ല പാടിയത്, മോളാണ് പാടിയത്. ഓക്കെ. ഞാനത് കേട്ടില്ല ശരിക്കും പറഞ്ഞത്. ഓക്കെ. മോളുടെ പേരെന്താ? മോളുടെ പേര് സെറ സാമുവൽ. ഓക്കെ. നല്ല അടിപൊളിയായിട്ട് പാടിട്ടോ. ഓക്കെ മാം, ഇയർ 10th-ലാണ്. അതെ. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് റീഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ ശില്പനെ കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. ഇപ്പൊ പ്രാക്ടിക്കൽ ലൈഫുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ് നിർത്തിയിട്ട് എനിക്ക് തോന്നുന്നു കിച്ചണുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രാക്ടിക്കൽ ലൈഫിനെ കാണേണ്ടത്. കുട്ടികള് ശരിക്കും പറഞ്ഞാൽ കിച്ചണിൽ നമ്മൾ കുട്ടികളെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് എന്താകും, അവർ വലുതാകുമ്പോൾ ഓരോ കാര്യങ്ങൾ തനിയെ ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ.
അപ്പോ വാട്ട് ഈസ് പ്രാക്ടിക്കൽ ലൈഫ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. പ്രാക്ടിക്കൽ മീൻസ് ബേസിക്, യൂസ്ഫുൾ ആൻഡ് പർപ്പസ്ഫുൾ. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാല് ഒരു എന്താ പറയാ ബേസിക്, അടിസ്ഥാനപരമാണ്, അതുപോലെ ഉപയോഗപ്രദമാണ്, ദെൻ പർപ്പസ്ഫുൾ, ഉദ്ദേശത്തോടു കൂടിയുള്ളതാണ്. അതുപോലെ ലൈഫിന്റെ അർത്ഥം വരുന്നത് വേ ഓഫ് ലിവിങ് ആണ്. വേ ഓഫ് ലിവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജീവിത രീതി അല്ലേ. അപ്പൊ പർപ്പസ്ഫുൾ അല്ലെങ്കിൽ യൂസ്ഫുൾ അല്ലെങ്കിൽ ബേസ്ഫുൾ വേ ഓഫ് ലിവിങ് ആണ് പ്രാക്ടിക്കൽ ലൈഫ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് നമ്മൾക്കൊരു ഉദ്ദേശം ഉണ്ടായിരിക്കണം, ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം. അതുപോലെ ജീവിതം, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് യൂസ്ഫുൾ ആക്കണം. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ ലൈഫിനെ നമ്മൾ യൂസ്ഫുൾ അല്ലെങ്കിൽ പർപ്പസ്ഫുൾ ആക്കേണ്ടത്. അപ്പൊ ഇതിനെ നമ്മൾ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് കുറെ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് സാധിക്കും. മോണ്ടിസോറി മെത്തേഡില് മരിയ മോണ്ടിസോറി കുട്ടികൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കുറേ അധികം മെറ്റീരിയൽസ് ആണ്. ആ മെറ്റീരിയൽസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? കുട്ടികൾ ധാരാളം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ബേസ് മുതല് ഏറ്റവും ഹൈ ലെവലിലുള്ള കാര്യങ്ങൾ വരെ കുട്ടികൾ പഠിക്കുന്നത് ആക്ടിവിറ്റീസിലൂടെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് കുട്ടികൾ കൊണ്ട് നമ്മൾ പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യിപ്പിക്കുമ്പോൾ അവരുടെ ഗ്രോത്ത്, അവരുടെ ചൈൽഡ് ഗ്രോത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോത്ത് ചെയ്യുന്നുണ്ട്, വളർച്ച സ്ഥാപിക്കുന്നുണ്ട് അല്ലെ. ഓരോ കുട്ടികളും ഓരോരോ കാര്യങ്ങൾ അവർ പഠിച്ചു വരുന്നുണ്ട്, അവർ ഡെവലപ്പ് ആവുകയാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ. ദെൻ അവരുടെ മൂവ്മെന്റ്, കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്, അവരുടെ ചലനങ്ങള്, അവരുടെ കൈകാലുകളൊക്കെ ചലിക്കുന്നു, മസിൽസുകളൊക്കെ മൂവ് ചെയ്യുന്നു. അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇത് ചെയ്യുന്നതിലൂടെ. പിന്നെ നമുക്ക് കൂടുതൽ അവർ ഇൻഡിപെൻഡന്റ് ആകുന്നു, അവർ തനിയെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പഠിക്കും. ഓരോ കാര്യങ്ങൾ അവർ എന്ത് ചെയ്യുന്നു? ഒരാളുടെ സഹായം ചിലപ്പോൾ വേണ്ടി വരില്ല. കുട്ടികൾക്ക് ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാല് കുട്ടികൾ എന്ത് ചെയ്യും? അത് തനിയെ ചെയ്യും. പക്ഷെ അവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. പ്രാക്ടീസ് ചെയ്യിച്ചാൽ മാത്രമാണ് അവർ എന്ത് ചെയ്യുക? അത് ചെയ്യുക, അല്ലെങ്കിൽ അവർ ചെയ്യില്ല. അപ്പോ ആ ഒരു ഇൻഡിപെൻഡൻസ്, തനിയെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ശേഷി കുട്ടികൾക്ക് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സൊസൈറ്റിയുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനുള്ള ശേഷി കുട്ടികൾക്ക് ഉണ്ടാകുന്നു. അവരുടെ ഓവറോൾ ഡെവലപ്മെന്റ് ഇത് കാരണമാകുന്നു. അവരുടെ കോൺസെൻട്രേഷൻ കൂടുന്നു, അവരുടെ ഏകാഗ്രത വർദ്ധിക്കും. ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോൾ, നമ്മളിപ്പോ കിച്ചണിൽ എന്തെങ്കിലും ജോലി ചെയ്യുവാണെങ്കിൽ നമ്മളൊരു കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. നമ്മൾ അതിൽ തന്നെയല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ, നമ്മൾ വേറെ ശ്രദ്ധിക്കുവോ? ശ്രദ്ധിച്ചാൽ എന്ത് പറ്റും? എന്താ പറ്റുക? നമ്മളൊരു കിച്ചണിൽ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ വേറെ കാര്യത്തിൽ ശ്രദ്ധിക്കുവോ? ആദ്യമായിട്ട് പഠിച്ചു വരുന്ന ആളുകൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കുക. നിങ്ങൾ കിച്ചണിൽ ആദ്യമായിട്ട് കയറുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും അല്ലെ. അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ ജോലി ചെയ്യുക. അതുപോലെ തന്നെയാണ് കുട്ടികളെ നമ്മൾ ഓരോരോ പ്രാക്ടിക്കൽസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ കുട്ടികളുടെ ഏകാഗ്രത അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ അതിലൂടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓർഡർ കുട്ടികൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു സാധനങ്ങള്, നമ്മളൊരു സാധനം കുട്ടിയോട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാല് ആ കുട്ടി അത് എടുത്തുകൊണ്ട് വന്നിട്ട് കറക്റ്റ് ആയിട്ട് ആ പ്ലേസിൽ എവിടെ നിന്നാണോ അത് എടുത്തത് അവിടെ തന്നെ കൊണ്ടുവയ്ക്കാനായിട്ട് കുട്ടി ശ്രമിക്കുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഒരു പ്രാക്ടിക്കൽ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. പിന്നെ പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. കുട്ടികളിലെ സെൽഫ് നോളജ് വർദ്ധിക്കുന്നു, അവനവനിലുള്ള എന്താ പറയാ അറിവുകൾ അത് വർദ്ധിക്കാനായിട്ട് ഇടയാക്കുന്നുണ്ട്. ദെൻ ഇൻക്രീസ് ദ ചൈൽഡ് കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ കുട്ടികളുടെ ശ്രദ്ധ വർദ്ധിക്കുന്നു അല്ലെ. ഏകാഗ്രത എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്. ദെൻ ഡെവലപ്പ് ഫൈൻ ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽസ്, അതുപോലെ തന്നെ എന്താണ് ചെയ്യുക? അതായത് അവരുടെ ഫൈൻ മോട്ടോർ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് കാരണമാകുന്നു. പിന്നെ അവര് ഇൻഡിപെൻഡൻസിലേക്ക് കൂടുതൽ സ്വാതന്ത്ര്യം, കുറച്ച് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഒരു ഓർഡർ അവർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഒരു ഗുഡ് സെൽഫ് ഇമേജ് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻവയൺമെന്റിനെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കുന്നു. സറൗണ്ടിങ്സിനെ കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നു, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. റിസോഴ്സുകളെ കുറിച്ച് മനസ്സിലാക്കുന്നു, അതിന്റെ ലിമിറ്റ്സ് മനസ്സിലാക്കുന്നു. നമ്മൾ മാൻ ആൻഡ് എൻവയൺമെന്റിൽ പറഞ്ഞതാണ് കുറെ അധികം കാര്യങ്ങൾ അല്ലെ. റിസോഴ്സസ് അതിങ്ങനെയാണ്, അത് എവിടെ നിന്നാണ് ലഭിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നു.
അതുപോലെ തന്നെ അവർക്ക് റെസ്പോൺസിബിലിറ്റി കൂടുന്നു, ഉത്തരവാദിത്വ ബോധം ഉണ്ടാകും ഓരോരുത്തർക്കും. കാരണം പ്രാക്ടിക്കൽസ് നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഓരോരുത്തർക്കും എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആക്ടിവിറ്റീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്കറിയാം ഇന്ന ആൾ ഇന്ന ദിവസം ഈ ആക്ടിവിറ്റി ചെയ്യണം. അതവര് ഉത്തരവാദിത്വത്തോടു കൂടി അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എയ്ഡ് ചൈൽഡ് ഇൻ കൺസ്ട്രക്ഷൻ, അതായത് കുട്ടികൾ കുറെ കാര്യങ്ങൾ ഉപയോഗിച്ച് കുറെ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാറുണ്ട് അല്ലെ. ടോയ്സ് ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമുക്കറിയാം ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് കുറെ അധികം പിങ്ക് ടവർ പോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതൊക്കെ മേക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്ത് പറയാ, അവരുടെ എഞ്ചിനീയറിംഗ് വർക്ക് കേട്ടോ. അതാണ് അതുമായിട്ട് അവരുടെ എഞ്ചിനീയറിംഗ് വർക്ക് ഡെവലപ്പ് ആകുന്നുണ്ട് ആ ലാസ്റ്റത്തെ പോയിന്റിൽ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ബെനിഫിറ്റ്സിൽ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് മോണ്ടിസോറി പ്രാക്ടിക്കൽ ലൈഫ് മെറ്റീരിയൽസ്. ഇത് നിങ്ങൾ വായിച്ചായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സില്? ഇല്ല മാം. ഒന്ന് റീഡ് ചെയ്യാ കേട്ടോ. 6 പോയിന്റ് ഉണ്ട്, അതൊന്ന് റീഡ് ചെയ്യാ. റീഡ് ചെയ്ത് കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, കഴിഞ്ഞു. ഫസ്റ്റ് പോയിന്റ് ഒന്ന് നോക്കിയേ നിങ്ങള്. എന്താ പറയുന്നത് അവിടെ ഫസ്റ്റ് പോയിന്റില്? ഒരാൾ പറഞ്ഞേ, എന്താ മനസ്സിലായ കാര്യങ്ങൾ എന്താണ്? ഷെറിൻ വിൽസൺ എന്ന് പറഞ്ഞേ. ഷെറിൻ വിൽസണെ എന്താ പറയുന്നേ? അതില് ഈച്ച് മെറ്റീരിയൽസ് മസ്റ്റ് ഹാവ് എ പ്രിസൈസ് പർപ്പസ് ആൻഡ് ബി മീനിങ് ടു ദ ചൈൽഡ്. ഓരോ മെറ്റീരിയൽസിനും ഓരോ ഉപയോഗമുണ്ടെന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാക്കലാണോ? അങ്ങനെയാണോ? അതെ അതെ. രണ്ടാമത്തെ പറഞ്ഞു. രണ്ടാമത്തെ മനസ്സിലായ കാര്യങ്ങൾ പറഞ്ഞു, കിട്ടിക്കോട്ടെ, കുഴപ്പമില്ല. The difficulty or the effort that the child is to discover and understand must be isolated in a single piece of material. അത് എന്നിട്ട് ഒറ്റപ്പെട്ടിട്ടുള്ള വസ്തുക്കള് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഇതാക്കി കൊടുക്കുക. അതെനിക്ക് മനസ്സിലായ കാര്യമായിട്ട് കണ്ടുപിടിക്കും. ഇത് ഐസൊലേറ്റഡ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട സിംഗിൾ പീസ് ഓഫ് മെറ്റീരിയൽസ് എന്നല്ല അർത്ഥം. വസ്തുക്കള് കണ്ടെത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിച്ചു കൊടുക്കുക, അങ്ങനെയാണോ?
The difficulty or the അടുത്ത material development from simple to more complex design and usage. അത് മെറ്റീരിയല് സിമ്പിളിൽ നിന്ന് എളുപ്പത്തിൽ നിന്ന് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരുന്ന സ്റ്റേജിലേക്ക് വളർത്തിയെടുക്കുക. പിന്നത്തെ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ മിസ്സേ. ഓക്കെ ശരി, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട. സിജി താങ്കളൊന്ന് പറഞ്ഞേ. സിജി ഞാൻ ചോദിക്കാട്ടോ ഷെറിനോട്. പിന്നെ സിജി ഒന്ന് പറഞ്ഞു. തേർഡ് പോയിന്റ് ആണോ മാം? സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞേ. സെക്കൻഡ് പോയിന്റ് ഒരു കുട്ടിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഐറ്റം കൊടുക്കുവാണെങ്കിൽ അതിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള അതിന്റെ ബുദ്ധിമുട്ടും ആ എഫേർട്ടും ആ കൊച്ചിന് നമ്മൾ ഒരു ഐറ്റം കൊടുത്ത ഒരു സിംഗിൾ പീസ് ഓഫ് മെറ്റീരിയലിൽ നിന്നിട്ട് അത് എത്രത്തോളം റിപ്പീറ്റ് ചെയ്ത് അത് മനസ്സിലാക്കുന്നവരെ അതിന്റെ ആ ഒരു ടൈമിനെയാണ് അത് പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. Okay, the material development from simple to more complex design and usage. ഫസ്റ്റ് നമുക്കത് കാണുമ്പം നമുക്കത് സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ അത് ചെയ്ത് വരുമ്പോൾ കുട്ടിക്ക് കൂടുതൽ എന്താ പറയുക ഐഡിയാസ് വന്ന് നമുക്ക് അത് കുറച്ചും കൂടി കോംപ്ലക്സ് ഡിസൈൻ. ഇപ്പോൾ ബ്ലോക്സ് ആണെങ്കിൽ ആദ്യം സിമ്പിൾ ആയിട്ട് വെക്കും, പിന്നെ നമ്മൾ നെക്സ്റ്റ് വേറൊരു വീട് പണിയും, അങ്ങനെ ഒരു സിമ്പിളിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസൈനും അതിന്റെ കൂടുതൽ ഉപയോഗം നമ്മൾ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതാണ് ആ പോയിന്റ്. The next point, the materials are designed to prepare the child's discursively. എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ല. ഞാൻ തന്നെ പറയാം അല്ലേ? ഞാൻ തന്നെ പറയാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് ഓരോ മെറ്റീരിയലിനും അതിൻ്റെതായിട്ടുള്ള മീനിങ്ങുകൾ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഓരോ മെറ്റീരിയലിനും അതിൻ്റെതായിട്ടുള്ള പർപ്പസ് ഉണ്ട്. ഇന്ന മെറ്റീരിയൽ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ ഡെയിലി നമ്മൾ ധാരാളം കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ പൗഡർ ഉപയോഗിക്കുന്നുണ്ട്, സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ പല പല വസ്തുക്കൾ ഒബ്ജക്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഓരോരോ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ മോണ്ടിസോറി പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസിൽ ഓരോ മെറ്റീരിയൽസിനും അതിൻ്റെതായിട്ടുള്ള പർപ്പസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള മീനിങ്സുകൾ ഉണ്ടാകും. അതാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. വെറുതെ ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു മെറ്റീരിയലും കാണാൻ ഭംഗിക്ക് വേണ്ടി കൊണ്ടുവന്ന് വെക്കില്ല. അതിനൊക്കെ എന്തുണ്ടാകും. ഇപ്പൊ മോണ്ടിസോറി ക്ലാസ് റൂമിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് ധാരാളം മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിനൊക്കെ എന്താണ്, വെറുതെ ഭംഗിക്ക് വേണ്ടിയിട്ടല്ല നമ്മളത് വെക്കുന്നത് അല്ലെ. അത് മറിച്ച് ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും, അതിനൊരു പർപ്പസ് ഉണ്ടായിരിക്കും. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് ഒരു സിംഗിൾ പീസ് ഓഫ് മെറ്റീരിയൽ, അതായത് ചെറുതോ അല്ലെങ്കിൽ വലുതോ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിക്കോട്ടെ, അത് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് വരെ നമ്മളത് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്കത് മനസ്സിലാകണം, ഇത് ഇന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഉപയോഗിക്കുന്നത്, ഇതിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് എന്ന് കുട്ടിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അവനത് മനസ്സിലാക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് സെക്കൻഡ് പോയിന്റ്. പിന്നെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല് സിമ്പിൾ ടു കോംപ്ലക്സ് മെറ്റീരിയൽസ് ഉണ്ടാകും. അതായത് ചെറിയ മെറ്റീരിയൽസ് ഉണ്ടാകും, വലിയ മെറ്റീരിയൽസ് ഉണ്ടാകും. നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാകും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്ത് വെക്കുക. ഓക്കെ. അതായത് ആദ്യം ചെറിയ മെറ്റീരിയൽസ് ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക, പിന്നീട് വലിയ മെറ്റീരിയൽസ് ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. മിക്സ് ചെയ്ത് വെക്കില്ല. വലുതും ചെറുതും ഒരിക്കലും മിക്സ് ചെയ്ത് വെക്കില്ല, മറിച്ച് ചെറുത് ആദ്യത്തെ ഡ്രോയിൽ ഉണ്ടാകും, വലുത് രണ്ടാമത്തെ ഡ്രോയിൽ, അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടായിരിക്കും അത് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് ഇത്തരം മെറ്റീരിയൽസ് ഭാവിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. എന്തിനാണ് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുന്നത്? ധാരാളം പഠനം അല്ലെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ അതിന് കൂടി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനത്തെ മെറ്റീരിയൽസ് ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല് ഒരു എന്താ പറയാ ഐഡിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതാണ് ഫിഫ്ത്ത് പോയിന്റ് കേട്ടോ. ഐഡിയ, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ആ മെറ്റീരിയൽ കൊണ്ട് നമുക്കൊരു ഉപയോഗം ഉണ്ടാകും.
അപ്പൊ ആ ഒരു ഉപയോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അവിടെയുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, മോണ്ടിസോറി മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതിലൂടെ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാനായിട്ട് കുട്ടിക്ക് സാധിക്കുന്നു. ഓട്ടോ എഡ്യൂക്കേഷൻ ആണ്, അവൻ സ്വയം തന്നെ കുറെ കാര്യങ്ങൾ പഠിക്കും. മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവരിൽ കുറെ അധികം കാര്യങ്ങളില് ചേഞ്ചുകൾ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തെങ്കിലും തെറ്റുകളൊക്കെ അവൻ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റുവാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്താനായിട്ടും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, സാധിക്കും. അത്തരം കാര്യങ്ങളാണ് ഈ ഒരു പോയിന്റ് വൈസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ക്ലിയർ ആണോ? ഫോർത്ത് പോയിന്റ് ഒന്നുകൂടി പറഞ്ഞുതരൂ. ഏതാണ് ഫോർത്ത് പോയിന്റ്? ഫോർത്ത് പോയിന്റ് അതായത് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം ആക്ടിവിറ്റീസ് കുട്ടികൾ ചെയ്യുന്നത്. അതായത് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് ഫ്യൂച്ചറിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ധാരാളം ആക്ടിവിറ്റീസ് നമ്മൾ പഠിക്കും. അതൊക്കെ എന്താണ്, നമ്മുടെ ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കുറെ അധികം കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ലേ. അത്തരം കാര്യങ്ങളൊക്കെ കുട്ടി പഠിക്കുന്നത് ഈ ചെറിയ കാലഘട്ടത്തില് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ. ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു മാം. ശരി, മനസ്സിലായി. ഓക്കെ, അടുത്ത് ഒരു 6 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ എക്സസൈസ് ഗ്രൂപ്പ്സ് എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിക്കുക കേട്ടോ. തമ്പ് ചെയ്യാം കേട്ടോ. റീഡ് ചെയ്ത് കഴിയുമ്പോ തമ്പ് ചെയ്യാം. നോക്കിയാ നിങ്ങള് മോണ്ടിസോറി ക്ലാസ് റൂമിൽ വായിച്ചു കഴിഞ്ഞോ? റീഡ് ചെയ്ത് കഴിഞ്ഞോ? മോണ്ടിസോറി ക്ലാസ് റൂമില് നമ്മള് പ്രാക്ടിക്കൽ ഏരിയക്ക് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ അറേഞ്ച്മെന്റ് എങ്ങനെയാണെന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ നോക്കിയേ നിങ്ങള്. Materials are kept together in a small basket or on a tray. It should be grouped and kept together according to the level of development to which they correlate and must be taken from and returned to its original place. Materials എന്ന് പറഞ്ഞാല് അതൊരു സ്മോൾ ബാസ്കറ്റിലായിരിക്കണം
സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ട്രേ. ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികളെ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ മെറ്റീരിയൽസ് നമ്മൾ എന്താ പറയാ ആക്ടിവിറ്റിക്ക് അറിയില്ല, അലങ്കോലമായിട്ടൊന്നും നമ്മൾ മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ പാടില്ല. അത് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ട്രേ, നമ്മൾ അറിയാലോ ട്രേ എന്താണെന്ന് മനസ്സിലായല്ലോ, അല്ലെങ്കിൽ ഒരു ബാസ്കറ്റ്, ഇതിലായിരിക്കണം കുട്ടികളെ ആക്ടിവിറ്റീസ് ചെയ്യിക്കുമ്പോൾ മെറ്റീരിയൽസ് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത്. ഓക്കെ, ട്രേ അല്ലെങ്കിൽ ബാസ്കറ്റ്. അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല് അത് ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്തിരിക്കണം, കോറിലേറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിരിക്കണം. ഓരോരോ സാധനങ്ങൾ നമ്മൾ ഗ്രൂപ്പായിട്ട് വെക്കില്ലേ, അതുപോലെ എന്ത് ചെയ്തിരിക്കണം, അറേഞ്ച് ചെയ്യണം. പിന്നെ മെറ്റീരിയൽസ് കുട്ടി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാല്, അതായത് മെറ്റീരിയൽസ് ഇപ്പോ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കബോർഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാവും, അവിടെ ആയിരിക്കും മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ കുട്ടിയോട് ഒരു ട്രേയിൽ അല്ലെങ്കിൽ ബാസ്കറ്റിൽ ഇത് എടുത്തുകൊണ്ട് വരാനായിട്ട് പറയുമ്പോൾ കുട്ടി അത് എടുത്തുകൊണ്ട് വരുന്നു, കുട്ടിയെ നമ്മൾ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുന്നു. അതിനുശേഷം കുട്ടിയോട് എന്ത് പറയാ, ഇത് കറക്റ്റ് ആയിട്ട് തന്നെ ആ പ്ലേസിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറയാം. നമ്മളിപ്പോ ഡെയിലി ലൈഫിൽ കുറെ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നില്ല. നമ്മൾ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാല് അത് കറക്റ്റ് പ്ലേസിൽ തന്നെ നമ്മൾ വെക്കില്ലേ, അല്ലാണ്ട് വലിച്ചെറിയാറുണ്ടോ? നിങ്ങള് കറക്റ്റ് പ്ലേസിൽ തന്നെ വെക്കുന്നവരുണ്ടോ? എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാല് അങ്ങനെയുള്ളവരാണോ? ആണ്. എല്ലാവരും കറക്റ്റ് പ്ലേസ്. ഇപ്പൊ കിച്ചണിലെ സാധനങ്ങൾ കിച്ചണിൽ ഓരോരോ സ്ഥലത്ത് നമ്മൾ വെക്കുന്നുണ്ടാവും അല്ലെ. പാത്രങ്ങൾ ഒരു സൈഡിൽ വെക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ ടിന്നുകള്, ഇപ്പോ പൊടി ഐറ്റംസിന്റെ ടിന്നുകൾ ഒരു സൈഡിൽ വെക്കുന്നുണ്ടാകും. അതുപോലെ കത്തികൾ ഒരു സൈഡിൽ വെക്കുന്നുണ്ടാവും. സ്പൂൺസ് ഒരു സൈഡിൽ വെക്കുന്നുണ്ടാവും. വലിയ പാത്രങ്ങളാണെങ്കിൽ ഒരു സൈഡിൽ വെക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ അത് എടുത്തു കഴിയുമ്പോൾ അതിന്റെ ഉപയോഗശേഷം നമ്മൾ എന്ത് ചെയ്യും, അത് അവിടെ തന്നെ ആ കറക്റ്റ് പ്ലേസിൽ തന്നെ വെക്കും. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്, ആക്ടിവിറ്റീസിനായിട്ട് കുട്ടികളെ മെറ്റീരിയൽസ് എടുപ്പിക്കുമ്പോൾ ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം അത് എന്ത് ചെയ്യാം, തിരിച്ച് ആ പ്രോപ്പർ പ്ലേസിൽ തന്നെ സൂക്ഷിക്കാനായിട്ട്, കൊണ്ടുചെന്ന് വെക്കാനായിട്ട് കുട്ടിയോട് പറയും. അതാണ് ഫസ്റ്റ് പോയിന്റ് കേട്ടോ. ഓക്കെ, അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. മെറ്റീരിയൽസ് ഒരിക്കലും നമ്മള് കയ്യിലൊന്നും എടുത്തുകൊണ്ട് വരാനായിട്ട് പാടില്ല. അത് ചെറിയ ചെറിയ ഐറ്റംസ് ഗ്രൂപ്പായിട്ട് അറേഞ്ച് ചെയ്യുന്ന ഐറ്റംസ് ആണെങ്കിൽ നമ്മളൊരു ട്രെയിലോ അല്ലെങ്കിൽ ബാസ്കറ്റിലോ വേണം എടുത്തുകൊണ്ട് വരാൻ. ഇനി വലിയ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാകും, അതൊക്കെയാണെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. രണ്ടാമത്തെ പോയിന്റ്, മെറ്റീരിയൽസ് ആർ കെപ്റ്റ് വിത്തിൻ ദെയർ റീച്ച്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചെറുതാണ്, പ്രത്യേകിച്ച് നമ്മള് എന്താ പറയാ 6 വയസ്സ് വരെ കുട്ടികളെയാണ് ഇതിനകത്ത് കൂടുതൽ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോ അവരുടെ ഹൈറ്റും വെയിറ്റും എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം സെയിം ആയിരിക്കും അല്ലെ. അവരുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം സെയിം. ചില കുട്ടികൾക്ക് ഹൈറ്റ് കൂടുതൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഹൈറ്റ് കുറവുണ്ടാവാം. അതായത് മിക്ക പിള്ളേരും ഏകദേശം ഒരു റേഞ്ചിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അവരുടെ പൊക്കത്തിനനുസരിച്ച് മെറ്റീരിയൽസ് വെക്കുമ്പോൾ അവർക്ക് കൈയെത്തി പിടിക്കാവുന്ന രീതിയിൽ വേണം നമ്മൾ മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങളൊന്ന് തിങ്ക് ചെയ്യുക, മോണ്ടിസോറി ക്ലാസ് റൂം ഒന്ന് തിങ്ക് ചെയ്യുക. അവിടെ എന്താ പറയാ, മെറ്റീരിയൽസ് വെക്കുന്ന ടേബിൾ ഉണ്ട്, അല്ലെങ്കിൽ കബോർഡുകൾ ഉണ്ട്. അതിനകത്ത് എന്ത് ചെയ്തിരിക്കുകയാണ്, മെറ്റീരിയൽസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഉയരം എന്ന് പറയുന്നത് കൂടുതലാകാനായിട്ട് പാടില്ല. കാരണം കുട്ടികളുടെ പൊക്കത്തിനനുസരിച്ച് അവര് വേണം അതെടുത്ത് ടീച്ചറിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്. പിന്നെ തിരിച്ചെന്ത് ചെയ്യണം, അവരങ്ങനെ തന്നെ അത് കൊണ്ടുപോയി വെക്കാൻ വേണം. അപ്പോ അവരുടെ കൈ എത്തിപ്പിടിക്കാവുന്ന തരത്തിലായിരിക്കണം നമ്മള് മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Then മൂന്നാമത്തെ പോയിന്റ്, മസ്റ്റ് ബി ഓഫ് ദ റൈറ്റ് സൈസ്, വെയിറ്റ്, ക്ലീൻ ആൻഡ് ഇൻടാക്ട്. അതായത് എന്താ ഇവിടെ പറയുന്നത്, ഇവിടെ ഇൻടാക്ട് എന്ന് പറഞ്ഞാല് വൂൾ ആണ് കേട്ടോ, WHOLE, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല് കറക്റ്റ് ആയിട്ടായിരിക്കണം, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും പാടില്ല. മെറ്റീരിയൽസ് വുഡിന്റെയാണ് നമ്മളിവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ക്ലാസ് കഴിയാറാകുമ്പോൾ 2-3 ഐറ്റംസ് ഇവിടെ ഇരിപ്പിട്ട് മെറ്റീരിയൽസ് കാണാം. നല്ല എന്താ പറയാ, ഗുഡ് ക്വാളിറ്റിയിൽ നിർമ്മിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അല്ലാണ്ട് ചീപ്പ് റേറ്റിലുള്ളതോ അല്ലെങ്കിൽ ചീപ്പ് ക്വാളിറ്റിയിലുള്ള ഒരു മെറ്റീരിയൽസ് നമ്മൾ ആക്ടിവിറ്റീസിനായിട്ട് ഉപയോഗിക്കില്ല. വുഡിലായിരിക്കും അത് മെയ്ഡ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ റൈറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ സൈസ് എന്ന് പറഞ്ഞാല്, അതിന്റെ റൈറ്റ് സൈസ് എന്ന് പറയുന്നത്
കൃത്യമായിട്ടുള്ള, അതായത് കുട്ടികൾക്ക് എടുക്കാൻ പാകത്തിനുള്ള സൈസ് ആയിരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ വെയിറ്റ് അങ്ങനെ തന്നെ ആയിരിക്കണം. കുട്ടികൾക്ക് നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ ഒക്കെ കൈ ചെറിയ കൈയാണ് അല്ലെ, അവർക്ക് എന്താണ് അധികം വെയിറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇവർക്ക് ഇത് പൊക്കാനായിട്ടുള്ള ശേഷി ഉണ്ടായിരിക്കണം. മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അവരുടെ കയ്യില് ഒതുങ്ങുന്ന മെറ്റീരിയൽസ് ആയിരിക്കണം അവർ ഉപയോഗിക്കേണ്ടത്. മാത്രമല്ല മറ്റൊരു കാര്യം, ക്ലീൻ ആയിരിക്കണം മെറ്റീരിയൽ. എപ്പോഴും നമ്മള് തുടച്ച് നമ്മൾ വൃത്തിയാക്കിയിരിക്കണം. വളരെ നീറ്റ് ആയിട്ടുള്ള, കാരണം കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ ക്ലീൻ ആയിട്ടായിരിക്കണം ഈ മെറ്റീരിയൽ ഉണ്ടാവേണ്ടത്. പിന്നെ വൂൾ എന്ന് പറഞ്ഞാൽ ഇൻടാക്ട് എന്ന് പറഞ്ഞാല് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം. എല്ലാ തരത്തിലും കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം ഈ കുട്ടി അല്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അതാണ് മൂന്നാമത്തെ പോയിന്റ് വരുന്നത്. നാലാമത്തെ പോയിന്റ് പറയുന്നത് are exact among themselves with the expression of the variable quality which they possess. ഓരോ കുട്ടിയുടെയും മെറ്റീരിയൽ എക്സാക്ട് സിമിലർ ആയിരിക്കണം അല്ലെ. എന്താണ് അങ്ങനെ പറയാനായിട്ട് കാരണം? ഒരേപോലെയുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? ഒന്ന് പറഞ്ഞു ആരെങ്കിലും. ഒരേപോലെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് 2 കുട്ടികളുണ്ട്, നിങ്ങൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ 2 കുട്ടികൾക്കും ഒരേപോലെ കൊടുക്കാനല്ലേ ശ്രമിക്കും. ഒരു കുട്ടിക്ക് 2 മഞ്ച് കൊടുത്തു, ഒരു കുട്ടിക്ക് 5 മഞ്ച് കൊടുക്കുകയാണ്. 5ഉം 3ഉം 2 തരത്തിലാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക അല്ലെ. അപ്പൊ അവിടെ എന്ത് വരും? സംസാരങ്ങൾ നടക്കുമോ? അവന് നല്ലത് കൊടുത്തു, അല്ലെങ്കിൽ അവന് കൂടുതൽ കൊടുത്തു, അല്ലെങ്കിൽ അവന് നല്ലത് കൊടുത്തു, എനിക്ക് കുറവ് കിട്ടി, അല്ലെങ്കിൽ എനിക്ക് ചീത്ത കിട്ടി എന്നുള്ള വർത്തമാനങ്ങൾ അവിടെ ഉണ്ടാവും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? കുട്ടികൾക്ക് ആകെ അതേ അറിയുള്ളൂ. എന്ത് 2 മക്കളായാലും 4 മക്കളായാലും ഒരേപോലെ കണ്ടില്ലെങ്കിൽ അവര് ചോദ്യം ചെയ്യാൻ വരും നമ്മുടെ കൂടെ. ഭക്ഷണം കൊടുക്കുകയാണെങ്കിലും മിഠായി കൊടുക്കുകയാണെങ്കിലും എന്ത് കളിസാധനങ്ങളായാലും എന്തെങ്കിലും ഒരു വ്യത്യാസമോ ഒന്ന് അധികം കൊടുക്കായാലും നിങ്ങളോ എനിക്ക് ഓനല്ലേ ഇഷ്ടം, അവനല്ലേ ഇഷ്ടം, അവളല്ലേ ഇഷ്ടം എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കും നമ്മുടെ മക്കള്. 100% ശരിയാണ് മിസ്, ശരിയാണ്. പിള്ളേർക്ക് ഒരു മീൻ ഫുഡാണെങ്കിൽ മെയിൻ ആയിട്ട് എനിക്ക് ഒരു മീൻ തന്നു, ചേച്ചിക്ക് 2 മീൻ കൊടുത്തു. അതെ, പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം, പെൺകുട്ടികളും ആൺകുട്ടികളും ആണെങ്കിൽ പ്രത്യേകിച്ച് അവര് പറയും എപ്പോഴും ആ പണ്ടത്തെ കാലത്ത് ആൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞ ഒരു മുൻഗണന നമ്മളെ ഉമ്മമാരും വല്യമാരൊക്കെ ആയിട്ട് കൊടുത്തിരുന്നു. പക്ഷെ ഇപ്പൊ അത് പാടില്ല. പെൺകുട്ടികൾ തിരിച്ചു ചോദിക്കും, എന്താ എനിക്കെന്താ തരാത്ത, ആൺകുട്ടിയല്ലേ എന്ന് പറയാനേ പാടില്ല. ഇപ്പത്തെ കാലത്തിൽ അങ്ങനെ ഒരു വാക്ക് പറയാൻ പാടില്ല. നമുക്ക് എല്ലാരും ഒരേപോലെയാണ് ഇത് അവര് നമുക്ക് പഠിപ്പിച്ചു തരും മക്കള്. ഇപ്പത്തെ മക്കള് അത്രക്ക് സ്ട്രോങ് ആണ്. സ്ട്രോങ് ആണല്ലേ? ഓക്കെ. അപ്പോ ഇവിടെ പറയുന്നത് വെച്ചാല് കുട്ടികൾക്ക് നമ്മൾ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും സിമിലർ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ കൊടുത്തിരിക്കണം. കാരണം അവരുടെ ഇടയിൽ ക്ലാസ് റൂമിലൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ കൊടുക്കാറുണ്ട്. കാരണം എനിക്ക് കൂടുതൽ കിട്ടി, അല്ലെങ്കിൽ എനിക്ക് നല്ലത് കിട്ടി, എനിക്ക് ചീത്ത കിട്ടി, അങ്ങനെയുള്ള വർത്തമാനങ്ങളൊന്നും ടോക്കിംഗ് ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെയുള്ള മെറ്റീരിയൽസ് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ സിമിലർ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ ഷുഡ് ബി ലിമിറ്റഡ് ഇൻ ക്വാണ്ടിറ്റി. കൂടുതലായിട്ട് നമ്മൾ കൊടുക്കാനായിട്ട് പാടില്ല. മെറ്റീരിയൽസ് എന്തെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ ഒരു ലിമിറ്റിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാനായിട്ട് പാടില്ല. കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വില അറിയാനായിട്ട് കുട്ടികൾക്ക് പറ്റില്ല. എന്ത് സാധനമാണെങ്കിലും പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് ഒരു കുട്ടിക്ക് നമ്മൾ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അത് കൂടുതലുണ്ട്, അപ്പൊ അതിന്റെ വാല്യൂ തിരിച്ചറിയാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിനനുസരിച്ച് കുട്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ. ഷെയറിങ്ങും ക്ഷമയും പഠിക്കും എന്ന് പറഞ്ഞിരുന്നു ടീച്ചർ. എന്താണ്? ഷെയറിങ്ങും പേഷ്യൻസും പഠിക്കും എന്ന് പറഞ്ഞിരുന്നു. കുട്ടികളിലൂടെ ഷെയറിങ്ങും പേഷ്യൻസ് ഒക്കെ പഠിക്കുകയാണ്. അതായത് കുട്ടിക്ക് അറിയാനായിട്ട് പറ്റും. അതിപ്പോ ആ കുട്ടി പറഞ്ഞ പോലെ തന്നെ അതൊരു പോയിന്റ് ആയിട്ട് വരും. കാരണം കുറച്ചുള്ളപ്പോൾ അതിന്റെ വില അറിയും. അപ്പൊ ഉള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുകയുള്ളു അല്ലെ. ഇപ്പൊ ഒരു ആക്ടിവിറ്റി കൊച്ചിന് കൊടുത്തു കഴിഞ്ഞാല് അത് കുറച്ച് ആക്ടിവിറ്റിയാണ് കൊടുത്തത്, അപ്പൊ അതിൽ നിന്ന് അവൻ എന്ത് ചെയ്യാൻ നോക്കും, മറ്റുള്ളവർക്ക് അതിന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു 5 മിഠായി തന്നു, അല്ലെങ്കിൽ ഒരു 2 മിഠായി കുട്ടിക്ക് കൊടുത്തു,
ആ 2 മിഠായി അവന്റെ കൂടെയുള്ള ആളുകളുമായിട്ട് അത് ആ 2 മിഠായിയിൽ നിന്ന് എന്ത് ചെയ്യാൻ നോക്കും, ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കും. കൂടുതൽ കിട്ടുമ്പോൾ അതിന്റെ വില അറിയില്ല. Then 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ക്വാളിറ്റീസ് കുട്ടി ആക്ടിവിറ്റീസിലൂടെ കുട്ടി പഠിക്കുന്നുണ്ട്. കുട്ടികളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ ആക്ടിവിറ്റീസിന് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ചില കുട്ടികൾക്ക് ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ മനസ്സിലാകണം എന്നില്ല. അപ്പൊ നമ്മൾക്കായാലും അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക് ആരെങ്കിലും പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലും കാര്യം മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും അത് വായിക്കും. അങ്ങനെ വീണ്ടും വീണ്ടും നിങ്ങൾ റീഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കുക. ഇതുപോലെ തന്നെയാണ് ഇവിടെയും. കുട്ടിക്ക് ഒരു ആക്ടിവിറ്റി നമ്മൾ ഒരു ദിവസം കാണിച്ചു കൊടുത്തു, കുട്ടിക്ക് അത് മനസ്സിലായില്ല. പിറ്റേ ദിവസം കുട്ടിയെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ് ആക്ടിവിറ്റി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പക്ഷെ കുട്ടിക്ക് അത് പറ്റുന്നില്ല. അപ്പൊ നമ്മൾ കുട്ടിയോട് ദേഷ്യം ഒന്നും പെടാൻ പാടില്ല, അല്ലെങ്കിൽ കുട്ടിയെ കമ്പലൊന്നും ചെയ്യാൻ പാടില്ല. അത് നീ ഇതുപോലെ ഇപ്പൊ തന്നെ അത് ചെയ്യണം അങ്ങനെയൊന്നും പറഞ്ഞ് കമ്പൽ ചെയ്യാൻ പാടില്ല. കുട്ടിയെ അത് വീണ്ടും വീണ്ടും കുട്ടിയെ അത് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചതിന് ശേഷം കുട്ടിയെ പഠിച്ചിരിക്കുക. 2 or 3 പ്രാവശ്യം എന്ത് ചെയ്യുക, കുട്ടിയെ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുക. അപ്പൊ അതവൻ സ്വാഭാവികമായിട്ട് അവനത് പഠിച്ചു പോകും. അതാണ് 6ാമത്തെ പോയിന്റ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇത് തുടങ്ങിയിട്ട്? പ്രാക്ടിക്കൽ ടീച്ചർ തുടങ്ങിയോ? പ്രാക്ടിക്കൽ തുടങ്ങിയായിരുന്നോ? ഇല്ല, റെക്കോർഡ് റൈറ്റിംഗ് ആണ്. റെക്കോർഡ് റൈറ്റിംഗ് ആണ്. ഓക്കെ. ഇനി നിങ്ങൾ പറയാ കേട്ടോ. എക്സസൈസ് ഗ്രൂപ്പ്സ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ആർക്കാണ് എളുപ്പമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്, പെട്ടെന്ന് പറയാനായിട്ട് പറ്റും. ആരാ പറയാ? ഞാൻ പേര് വിളിക്കുന്നില്ല, നിങ്ങൾ തന്നെ പറയാം. ഒരു സെക്കൻഡ് കേട്ടോ. എന്നാരും പറയുന്നില്ലേ? സുജാത എന്ന് പറഞ്ഞേ. സുജാത കോമാട്ടി എന്ന് പറഞ്ഞേ. എക്സസൈസ് ഗ്രൂപ്പ്സ്. യെസ് മാം. പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസുകളെ 4ആക്കി തരംതിരിച്ചിട്ടുണ്ട്. പ്രിലിമിനറി ആപ്ലിക്കേഷൻ, അപ്ലൈഡ് ആപ്ലിക്കേഷൻ, കെയർ ഓഫ് സെൽഫ് ആൻഡ് ഗ്രേസ് ആൻഡ് കോർട്ടസി. അത് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. In the preliminary exercises, the child learns the basic movements of all societies such as pouring, folding and carrying. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ബേസിക് മൂവ്മെന്റ്സ് ആണ് കുട്ടികൾ പഠിക്കുക. ഇപ്പോ പോറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു ബോട്ടിലിൽ നമ്മൾ വെള്ളം നിറയ്ക്കുന്നത്, അത് എങ്ങനെ അവര് ആ ഒരു അവരുടെ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് ഒക്കെ വർക്ക് ചെയ്യാണ് അവിടെ ചെയ്യുക. പിന്നെ ഫോൾഡിങ്, ചെറിയ ചെറിയ എന്തെങ്കിലും തുണികള് അല്ലെങ്കിൽ ഒരു ടവലോ എന്തെങ്കിലുമൊക്കെ ഫോൾഡ് ചെയ്യാൻ കൊടുക്കുക. പിന്നെ ക്യാരിയിങ്, അവര് കയ്യിൽ എങ്ങനെ ഹോൾഡ് ചെയ്യണു. ഇപ്പൊ നമ്മളൊരു ബോൾ കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പാത്രങ്ങളോ അല്ലെങ്കിൽ കപ്പോ ഗ്ലാസോ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവർ ഹോൾഡ് ചെയ്യേണ്ടത്. അതൊക്കെയാണ് അവർ ഏറ്റവും ബേസിക് ആയിട്ട് എക്സസൈസിൽ പഠിക്കേണ്ടത്. In the applied exercises, the child learns about the care and maintenance that helps everyday life. ഈ അപ്ലൈഡ് എക്സസൈസിൽ നമ്മൾ ആപ്ലിക്കേഷൻ ബേസ്ഡ് എക്സസൈസ് ആണ്. അവിടെ നമ്മൾ കെയർ എങ്ങനെ ഓരോ ഡെയിലി ലൈഫിൽ നമ്മൾ കെയറിങ്ങും അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം, നല്ല രീതിയിൽ
മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് പഠിക്കണത്. ദീസ് ആക്ടിവിറ്റീസ് ആർ ഫോർ എക്സാമ്പിൾ ദ കെയർ ഓഫ് ദ എൻവയൺമെന്റ്. നമ്മൾ മെയിനായിട്ട് നമ്മൾ എൻവയൺമെന്റിനെ എങ്ങനെ കെയർ ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ എൻവയൺമെന്റിന് ഹാംഫുൾ ആവാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ നമ്മൾ കെയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളത്. In the case of self-exercise, a child learns to do activities related to personal hygiene, brushing, combing, etc. Self-exercise എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഹൈജീൻ ആണ് അവിടെ ഏറ്റവും, നമ്മുടെ വ്യക്തി ശുചിത്വമാണ് അവിടെ പറയുന്നത്. നമ്മൾക്ക് പേഴ്സണലി നമ്മൾ ഹൈജീനിക് ആയിരിക്കണം, അതായത് ഒരു ഓർഡർ ഉണ്ടായിരിക്കണം. രാവിലെ എണീറ്റാൽ തൊട്ട് ബ്രഷിങ്, പിന്നെ ബാത്തിങ്, പിന്നെ നമ്മൾ കോമ്പിങ്, പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ആ ഏരിയ ക്ലീൻ ചെയ്ത് വെക്കുക, ആ കഴിക്കണ പ്ലേറ്റ് ആവുന്ന പോലെ കുട്ടികൾ അവരൊക്കെ ആവുന്ന പോലെ അത് ക്ലീൻ ചെയ്ത് വെക്കുക. അങ്ങനത്തെയാണ് സെൽഫ് എക്സസൈസ് എന്ന് പറയുന്നത്. സെൽഫായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക. ഇൻ ദ ഗ്രേസ് ആൻഡ് കർട്ടസി എക്സസൈസസ് ദ ചിൽഡ്രൻ വർക്ക് ഓൺ ദ ഇന്ററാക്ഷൻസ് ഓഫ് പീപ്പിൾ ടു പീപ്പിൾ. ഗ്രേസ് കർട്ടസി എക്സസൈസ് എന്ന് പറഞ്ഞാൽ ആൾക്കാരായിട്ടുള്ള സമ്പർക്കം, അവരോട് എങ്ങനെ പെരുമാറാം, നമ്മൾ പുറത്തുള്ള ആൾക്കാരോട് നമ്മൾ എങ്ങനെ നല്ല രീതിക്ക് പെരുമാറാം എന്നുള്ളതാണ് കുട്ടികൾ അതിലൂടെ പഠിക്കുന്നത്. അപ്പോ ഇവിടെ നമ്മുടെ സുജാത പറഞ്ഞ പോലെ തന്നെയാണ് എക്സസൈസ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസിനെ നമുക്ക് ഡിഫറെന്റ് ഗ്രൂപ്പ്സ്, 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് തരംതിരിക്കാം. അതിനകത്ത് ഒന്ന് പ്രിലിമിനറി ഇൻട്രൊഡക്ടറി ആപ്ലിക്കേഷൻ, then applied exercise, then case of self exercise, grace and courtesy. അതിനകത്ത് പ്രിലിമിനറി എക്സസൈസിൽ കുട്ടികളെ നമ്മൾ ആദ്യം ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ബേസിക് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ്. ബേസിക് ആയിട്ടുള്ള മൂവ്മെന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവരെ ആദ്യം ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുക. ബേസിക് ആയിട്ടുള്ള മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫിംഗേഴ്സ് ചലിക്കുന്നത്, അവരുടെ ബോഡി ഫുൾ മൂവ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ലൈക്ക് പോറിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മള് കുട്ടികളെ വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിക്കുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാല് വീട്ടില് കിച്ചണുമായി ബന്ധപ്പെട്ട് അമ്മയൊക്കെ നമ്മളൊക്കെ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് കുട്ടികളോട് പറയാറുണ്ടല്ലേ, ഒന്ന് വെള്ളം ഒന്ന് ചെക്കിലോട്ട് പകർത്തി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കാനായിട്ട് പറയാറുണ്ടോ? നിങ്ങള് കുട്ടികളോട് പറയാറുണ്ടോ? ഉണ്ടോ? ആരും പറയാറില്ല? ഉണ്ട്. ഓക്കെ, പറയാറുണ്ട് കുട്ടികളോട്. ചെറുപ്പത്തില് അവര് ചെയ്യാറുണ്ട്, വലുതായപ്പോ ഇത്തിരി നന്ദന സ്റ്റൈലായി. അവളോട് പറയാ ഇവളോട് പറയാ ആ സ്റ്റൈലായി ഇപ്പൊ. അല്ലേ? അപ്പൊ നമ്മള് എന്താ പറയാ, കുട്ടി അത് ചെയ്യുമ്പോൾ പോറിംഗ് ആക്ടിവിറ്റി വരുന്നുണ്ട്, അത് ഞാൻ ചെയ്യിപ്പിക്കും നിങ്ങളെ കൊണ്ട്. ലൈവായിട്ട് തന്നെ നമുക്ക് ആ പോറിംഗ് ആക്ടിവിറ്റി കാണാം. അപ്പൊ ജസ്റ്റ് ഞാൻ പറഞ്ഞു തരുന്നതാണ്, കുട്ടിയെ ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക്, അതിപ്പോ ഗ്ലാസ്സിൽ നിന്ന് ജഗ്ഗിലേക്ക് ആവാം, അല്ലെങ്കിൽ ജഗ്ഗിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ആവാം. ഇത്തരത്തിൽ വാട്ടർ എന്ത് ചെയ്യാണ്, ഒഴിക്കാനായിട്ട് പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒഴിക്കുമ്പോൾ കുട്ടി എന്ത് ശ്രദ്ധിക്കുന്നുണ്ട്, അവന്റെ ഏകാഗ്രത അവിടെ വർദ്ധിക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ല, നമ്മൾ വെള്ളമൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പകർത്തുമ്പോൾ നമ്മൾ സൂക്ഷിച്ചല്ലേ, ആ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടല്ലേ നമ്മൾ വെള്ളം പകർത്തുന്നേ. അങ്ങനെ തന്നെയല്ലേ? ആരെങ്കിലും ബാക്കിലോട്ട് നോക്കി നിന്ന് വെള്ളം പകർത്താറുണ്ടോ? ഇങ്ങോട്ടാ നോക്കുന്നേ? അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് നോക്കാറുണ്ടോ? ഏതിലോട്ടാ നിങ്ങളുടെ കണ്ണു പോകുന്നേ? ഏതിലോട്ട്? ഇതിനകത്തോട്ടാണോ നമ്മൾ പകർത്തുന്നത്? അതിനകത്തോട്ടാണ് നമ്മുടെ കണ്ണു പോകുന്നത്. ഓക്കെ, ഓക്കെ. ആ മെറ്റീരിയലിലോട്ടാണ് നമ്മുടെ കണ്ണു പോകുന്നത്, ആ ആക്ടിവിറ്റിയിലോട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോ ഇതെങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ഫിംഗർ ഒക്കെ മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ, അവരുടെ ഹാൻഡ്, അതുപോലെ ഐ കോർഡിനേഷൻ, ഐ ഹാൻഡ് കോർഡിനേഷൻ അവിടെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്, പിന്നെ അവരുടെ മസിൽസ് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് പോറിങ്ങിലൂടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫോൾഡിങ്, അപ്പൊ നിങ്ങള് കുട്ടികളോട് പറയുന്നുണ്ടാവും, തുണിയൊക്കെ നമ്മൾ അഴയിന്ന് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാല് ഒന്ന് മടക്കി തരാനായിട്ട് ചിലപ്പോൾ പറയുന്നുണ്ടാവും. അങ്ങനെ പറയുന്ന ആളുകൾ ഉണ്ടാവും. അതൊക്കെ ഈസി ആയിട്ടുള്ള ജോലിയല്ലേ, വാഷിംഗ് പോലെയല്ലല്ലോ, ഈസി അല്ലേ മടക്കാന്ന് പറഞ്ഞാൽ. ചില കുട്ടികൾ എനിക്കൊന്ന് ചെയ്യും തോന്നണം, ചില കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. നല്ല വൃത്തിയിൽ നല്ല ഭംഗിയായിട്ട് ഫോൾഡ് ചെയ്യാം അല്ലെ, തുണിയൊക്കെ നല്ല വൃത്തിയായിട്ട് ഫോൾഡ് ചെയ്യാം. അതുപോലെ എന്താ പറയാ, ടവൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫോൾഡ് ചെയ്യുന്നത് നമ്മൾ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരം ആക്ടിവിറ്റീസ് ആണ് അതിനകത്ത് വരുന്നത്. ദെൻ ക്യാരിങ് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു സാധനം ഒരിടത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുചെന്ന് വെക്കാനായിട്ട് കുട്ടികളോട് പറയുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഒരു കസേര റൂമിൽ നിന്ന്
ഡൈനിങ് ഏരിയയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറയുന്നു. അപ്പൊ അതവൻ എന്ത് ചെയ്യും? ആ കസേര അവൻ അത് നമുക്ക് ബാസ്ക്കറ്റോ ട്രേയോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വലിയ മെറ്റീരിയൽസിൽ നമുക്ക് ബാസ്ക്കറ്റോ ട്രേയോ ഒന്നും ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ചെറിയ മെറ്റീരിയൽസ് മാത്രമാണ് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് നമ്മുടെ മെറ്റീരിയൽസും ട്രേയും ഉപയോഗിക്കുന്നത്. അപ്പോ ഇതുപോലുള്ള ചെയർസ് നമ്മൾ കുട്ടിയോട് പറയാണ് ചെയർ ഒന്ന് പൊക്കിയെടുത്തിട്ട് വായോ എന്ന് പറഞ്ഞാൽ അവന്റെ പരമാവധി ബലം ഉപയോഗിച്ച് എഫേർട്ട് എടുത്തുകൊണ്ട് അവനത് പൊക്കി എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവച്ച് വയ്ക്കും അല്ലെ. അപ്പൊ അതിനെയാണ് ക്യാരിയിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ചെറിയ ചെറിയ ആക്ടിവിറ്റികളാണ് അവൻ എന്ത് ചെയ്യുക? ആദ്യം കൊടുക്കുക. ഓക്കെ. ദെൻ അടുത്തതെന്ന് പറഞ്ഞാല് ചൈൽഡ് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്ന ഒരു കാലഘട്ടമാണ് രണ്ടാമത്തെ ഒരു സ്റ്റേജ്. അതായത് അവനവന്റെ എൻവയോൺമെന്റിനെ കുറിച്ച്, കെയർ ഓഫ് എൻവയോൺമെന്റ്, നമ്മുടെ സറൗണ്ടിങ്സിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നു. ഡെയിലി സറൗണ്ടിങ്, നമ്മുടെ ചുറ്റുപാടുകളിൽ എന്തൊക്കെ ചെയ്യാം, ചുറ്റുപാടുകൾ എന്തൊക്കെയാണ്, നമ്മുടെ സറൗണ്ടിങ്സിൽ എന്തൊക്കെയുണ്ട്, അതിനെങ്ങനെ കെയർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഗാർഡനിങ് ഒക്കെ വരാം അതിനകത്ത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ സ്റ്റേജിൽ വരുന്നത്. ദെൻ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാല് ചില ആക്ടിവിറ്റീസ് ആണ് പേഴ്സണൽ ഹൈജീനുമായി ബന്ധപ്പെട്ട്. നമ്മൾക്ക് നമ്മളെ എങ്ങനെ സ്വയം എങ്ങനെ കെയർ ചെയ്യാം, നമ്മുടെ ഹൈജീൻ. കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഹൈജീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. ഇതൊക്കെയാണ് ഹൈജീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ പറയുന്നുണ്ടല്ലോ, വൃത്തി എന്ത് ചെയ്യുന്നുണ്ട്? എന്തൊക്കെയാണ് ഹൈജീനുമായി ബന്ധപ്പെട്ടത് കുട്ടി ചെയ്യുന്നേ? ബ്രഷിംഗ്, ബാത്തിങ് ഉണ്ട്, പിന്നെ വാഷിംഗ് ചെരുപ്പുകൾ കഴുകും കുളിക്കുന്ന സമയത്ത്. ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഹൈജീൻ, ബ്രഷിംഗ്, കോമ്പിങ്, അതൊക്കെ എന്താണ്? പേഴ്സണൽ ഹൈജീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ കേസ് ഓഫ് സെൽഫ് എക്സസൈസിലാണ് വരുന്നത്. ലാസ്റ്റ് വൺ, ഇൻ ദ ഗ്രേസ് ആൻഡ് കർട്ടസി എക്സസൈസ്. ഇതിനകത്ത് ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ബിഹേവിയർ എങ്ങനെയായിരിക്കണം, പലതരത്തിലുള്ള ബിഹേവിയർ ഉണ്ട്. എങ്ങനെയാണ് അവരോട്, ഓരോ ആളുകളോടും നമ്മൾ കാണുമ്പോൾ റെസ്പെക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരോട് ബിഹേവ് ചെയ്യുക, എങ്ങനെയാണ് അവരോട് സംസാരിക്കുക, എങ്ങനെയാണ് അവരെ വെൽക്കം ചെയ്യുക, ഗ്രേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ നാലാമത്തെ പോയിന്റിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഡൗട്ട് ഒന്നുമില്ലല്ലോ? നമുക്ക് പുതിയൊരു മേഖലയാണ്, തിയറിയിൽ നിന്ന് മാറിയിട്ട് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയയാണ് പ്രാക്ടിക്കൽ ഏരിയ കേട്ടോ. ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായോ? തിയറീസിൽ നിന്ന് ഓക്കെ ആണ് എല്ലാവരും? ഓക്കെ, കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. ഈസിയാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു പാരാഗ്രാഫിൽ പറയുന്നുണ്ട്, കുട്ടികള് എന്താ പറയാ, കോർഡിനേഷൻ കുട്ടികൾക്ക് കൂടുതലായിട്ട് ഈ ഒരു നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുമ്പോൾ ചെയ്യുന്നതായിട്ട് കാണാം. ചില ആക്ടിവിറ്റീസ് ഇപ്പോ ലൈനില് എന്താ പറയാ, ലൈനായിട്ട് നടക്കാനായിട്ട് കുട്ടി തുടങ്ങുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ലൈനായിട്ട് നടക്കുന്നത്, ഓരോ കുട്ടിയും വരി വരിയായിട്ട് എങ്ങനെ നടക്കണം, അതുപോലെ എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി കൂടുതലായിട്ട് പഠിച്ചു വരുന്നുണ്ട്. ഓക്കെ. റീസൺസ് ഫോർ പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് നിങ്ങൾ വായിച്ചു നോക്കുക. അത് ഞാനൊരു ആക്ടിവിറ്റി ആയിട്ട് തരാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് പ്രസന്റ് ചെയ്യാം. വായിച്ചു നോക്കുക. അതിൽ ഒരു 5 പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എടുത്തെഴുതുക. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? റീസൺസ് ഫോർ പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് അത് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് ഒരു 5 പോയിന്റ്സ് മനസ്സിലായ കാര്യങ്ങൾ എടുത്തെഴുതുക കേട്ടോ. ക്ലിയർ ആണോ? കഴിഞ്ഞ ക്ലാസ്സിൽ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ ബെൻ ഹാരിസിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞു. നമ്മൾ ഒരു പേജിൽ എഴുതിയത് അസൈൻമെന്റ് 1 പേജിൽ എഴുതി സബ്മിറ്റ് ചെയ്താൽ മതിയായിരുന്നു. സബ്മിറ്റ് ചെയ്താൽ മതി. സബ്മിറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ? സബ്മിറ്റ് ചെയ്യണമെങ്കിൽ സബ്മിറ്റ് ചെയ്തോളൂ. ഞാൻ അസൈൻമെന്റ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് 1 പേജ് ആയിട്ടുള്ളൂ ഷോർട്ട് നോട്ട്. അത് മതിയോന്ന് അറിയാനാവുന്നു. അസൈൻമെന്റ് അല്ലേ നിങ്ങൾക്ക് തന്നത്? ആക്ടിവിറ്റി ആണോ സൂപ്പർവിഷൻ തന്നത്? അസൈൻമെന്റ് ആയിരുന്നു മാം. അത് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അതില്. ഓക്കെ, സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് മാം. ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഞാനൊന്ന് അസൈൻമെന്റ് ആയിട്ട് തന്നെ തരാം. നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നല്ലേ. അപ്പൊ നിങ്ങൾ ഒരു 5 പോയിന്റ്സ് ആയിട്ട് ഒന്ന് എഴുതിയിട്ട് ഒന്ന് സബ്മിറ്റ് ചെയ്യുക കേട്ടോ. മാം, റീസൺസ് ഫോർ പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസിനെ കുറിച്ച് 5 സെന്റൻസ്. 5 സെന്റൻസ്.
മാം ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? ഇവിടെ നെറ്റ് പ്രശ്നമായിരുന്നു. നമ്മളെ റീസൺസ് ഫോർ പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് 5 സെന്റൻസ് എഴുതുക, അത് സബ്മിറ്റ് ചെയ്യാൻ റീസൺസ് ഫോർ പ്രാക്ടിക്കൽ ഇതിനകത്ത് PDF കൊടുത്തിട്ടുണ്ട്. റീസൺസ് ഫോർ പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ്. അത് മിസ് അത് ഇതിന്ന് തന്നെയല്ലേ എഴുതേണ്ടത്? ഇതിന്ന് തന്നെ എഴുതിയാൽ മതി, ഇതിന്ന് തന്നെ എഴുതിയാൽ മതി കേട്ടോ. 5 സെന്റൻസ് അല്ലേ? അതെ 5 സെന്റൻസ്. 5 സെന്റൻസ് അല്ലേ? അതെ 5 എന്നിട്ട് സെന്റൻസ് അസൈൻമെന്റ് സബ്മിറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ. അതെ. അപ്പൊ നമുക്ക് ഇനി ഇത് നോക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് പിക്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരു സെക്കൻഡേ. കാണാൻ പറ്റുന്നുണ്ടോ? യെസ് മാം, കാണാൻ പറ്റുന്നുണ്ട്. എന്താ കുട്ടി ചെയ്യുന്നേ? മാറ്റി ഫോൾഡ് ചെയ്യും. റോളിംഗ് ആണ് കേട്ടോ. നിങ്ങളുടെ PDF നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. റോളിംഗ് ആൻഡ് അൺറോളിംഗ് ഇൻട്രൊഡക്ടറി എക്സസൈസ് ആണത് കേട്ടോ. മാറ്റ് എന്ത് ചെയ്യാണ്? റോൾ ചെയ്യുന്നു, അൺറോൾ ചെയ്യുന്നു. ഓക്കെ. ഇനി ഒരു സെക്കൻഡ്. സോറി കേട്ടോ, ഇത് ആള് അസിസ്റ്റന്റ് റിജു ഇവിടുന്ന് പോയിന്ന് തോന്നുന്നു, വിളിച്ചിട്ട് കേൾക്കുന്നില്ല. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തന്നാ മതിയോ? ഇത് ചേഞ്ച് ആവുന്നില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, സോറി കേട്ടോ. ഞാനൊരു 10 ഫോട്ടോസ് കൊണ്ടുവന്നാണ് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഞാൻ വേറൊരു കാര്യം പറയാം. ഈ ഒരു ആക്ടിവിറ്റി കുഴപ്പമില്ല, ചെയ്യാം. ഓക്കെ, വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നോക്കിയേ. അടുത്തൊരു ഇത് നോക്കിയേ. നിങ്ങളിത് എന്താണ്? സ്കോറിംഗ് ആണ് അല്ലേ? ഇതെന്താണ്? ട്രാൻസ്ഫർ എന്ന് നമ്മൾ പറയും അല്ലെ. ഒരു സാധനം, ഒരു മെറ്റീരിയൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ക്യാരി ചെയ്യും. ഇതെന്താണ്? സ്വീപ്പിംഗ് ആണ് കേട്ടോ. ഓക്കെ, നോക്കിയേ നിങ്ങള്. സ്ക്യൂസിങ് സ്പോഞ്ച്. സ്ക്യൂസിങ് എന്ന് പറയുന്നത് നമ്മൾ പിഴിയാന്ന് പറയൂലേ, നമ്മുടെ വസ്ത്രങ്ങളൊക്കെ നമ്മൾ പിഴിഞ്ഞിടില്ലേ, അതുപോലെ തന്നെ സ്പോഞ്ച് ഇവിടെ സ്ക്വീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് പെഗ്ഗിങ് ആണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ല? മെറ്റീരിയൽ കണ്ടിട്ടില്ലേ നിങ്ങള്? പെഗ്ഗിങ്
ക്ലിപ്പുകൾ കണ്ടിട്ടില്ലേ, തുണിയിലൊക്കെ നമ്മൾ ഇടുന്നതായിട്ട്? ക്ലിപ്പ് കുത്തുന്നതാണോ മാം? അതെ അതെ, അതിനെയാണ് പെഗിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് കൃത്യമായിട്ട് കുട്ടി അറേഞ്ച് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇത് ഫോൾഡിങ് ആണ്. ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ വരുന്നതാണ് കേട്ടോ. കുട്ടിയെ ടവൽസ് അല്ലെങ്കിൽ നാപ്കിൻസ് അല്ലെങ്കിൽ തുണികളൊക്കെ എന്ത് ചെയ്യുക, കുട്ടികൾക്കൊന്ന് മടക്കിപ്പിക്കുക, അത് നിവർത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ഒരു ആക്ടിവിറ്റി ഒരു 3 പേര് ചെയ്തിട്ട് വരിക, ലൈവായിട്ട് പ്രസന്റ് ചെയ്യാൻ തക്ക രീതിയിൽ. എന്താണ്? റോളിംഗ് ആൻഡ് അൺറോളിംഗ് മാറ്റ്. നിങ്ങളുടെ കയ്യില് മാറ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് എന്ത് വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു ആക്ടിവിറ്റി 3 പേര് ചെയ്തു വരിക. ആരൊക്കെയാണോ 3 പേര്? എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഒരു ആക്ടിവിറ്റി 3 പേര് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വേറെ 3 പേരെ കൊണ്ടായിരിക്കും ഞാൻ വേറെ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാം. നമ്മുടെ ആദ്യത്തെ ബാച്ചിലെ കുട്ടികൾ ഇത് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആക്കിയിട്ടുണ്ട്, കംപ്ലീറ്റ് ആക്കിയ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ. അങ്ങനെയാണ് ഈ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. അപ്പൊ 3 പേരൊന്ന് പറഞ്ഞേ, ഇതാണ് ആക്ടിവിറ്റി കേട്ടോ. യോഗ മാറ്റ് മതിയോ? എന്താണ്? യോഗ മാറ്റ്. അപ്പൊ പായാലോ? പായ പായ കുഴപ്പമില്ല. എങ്ങനെയാ പ്രസന്റ് ചെയ്യേണ്ടതെന്ന് ഒന്ന് പറയൂ. അതിങ്ങനെ നമ്മളതിന്റെ വീഡിയോ പ്രസന്റ് ചെയ്യണോ ചെയ്യേണ്ടത്? അതെ അതെ, ലൈവായിട്ട് നിങ്ങൾ കാണിക്കണം എങ്ങനെയാണ് അത്, എങ്ങനെയാണ് ഫിംഗർ പോകുന്നത്, എങ്ങനെയാണ് അത് മടക്കുന്നത്, അത് നിവർത്തുന്നത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട്, എങ്ങനെയാണ് ചെയ്യുന്നത് ഒക്കെ കാണിച്ചു തരാം. ഓക്കെ, ചെയ്യിക്കേണ്ടത് അതോ ഞങ്ങളാണ്? എന്താണ്? കുട്ടികളെ കൊണ്ടാണോ ചെയ്യിക്കേണ്ടത്? കുട്ടികൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. കഴിഞ്ഞ ബാച്ചിൽ 2 പേര് കുട്ടികളെ കൊണ്ടാ ചെയ്യിപ്പിച്ചത്. യോഗ മാറ്റ് വെച്ചിട്ട് കുട്ടികളെ കൊണ്ട് അവർ ചെയ്യിപ്പിച്ചത്. നിങ്ങളൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി എങ്ങനെയാണ് ഫിംഗറൊക്കെ പോകുന്നത് കാണാനായിട്ട് സാധിക്കും കേട്ടോ. മാം, നമ്മളിത് ലൈവായിട്ട് ചെയ്യുവാണോ അതോ വീഡിയോ എടുത്തിട്ട്? എങ്ങനെയാണ് ഇത് ചെയ്യിപ്പിച്ചതെന്ന് വെച്ചാൽ ലൈവായിട്ട് ആദ്യം ചെയ്യാം. ലൈവായിട്ട് ആദ്യം ചെയ്തതിന് ശേഷം അതൊന്ന് വീഡിയോ എടുത്തിട്ട് എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരിക. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ബാച്ചിലെ പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. സ്കോറിംഗ് ഞാൻ പറയാം. ആദ്യം നമ്മളിപ്പോ ഇത് ചെയ്യാം, റോളിംഗ് ആൻഡ് അൺറോളിംഗ് ചെയ്യാം. 3 പേര് ചെയ്തിട്ട് വരിക. ഞാൻ പേര് പറയട്ടെ. സിജി സാമുവൽ, ചെയ്യാൻ റെഡിയാണോ? യെസ് മാം, റോളിംഗ് ചെയ്യാം മാം. റോളിംഗ് ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നേ. സ്മിത ജെറോം, ചെയ്യാൻ റെഡിയാണോ? ഷെറിൻ വിൽസൺ, ചെയ്യാൻ റെഡിയാണോ? റെഡിയാണ് മാം. ഓക്കെ, അപ്പൊ ഷെറിൻ, സ്മിത, സിജി 3 പേരാണ് കേട്ടോ. അപ്പൊ 3 പേര് റോളിംഗ് ആൻഡ് അൺറോളിംഗ്. എന്താ? നെക്സ്റ്റ് വെൻസ്ഡേ അല്ലേ ചെയ്യണ്ടേ? അതെ അതെ അതെ, നെക്സ്റ്റ് വെനസ്ഡേ. മാം 3 പേർക്കും റോളിംഗ് അൺറോളിംഗ് ആണോ? അതെ അതെ, 3 പേർക്കും അത് തന്നെയാ ചെയ്യുന്നത്. ഓക്കെ മാം. ഞാനൊന്ന് ഡെമോ പോലെ ഞാനൊരു പേപ്പർ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക്. അതുപോലെ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഫിംഗർ പോകുന്നതെന്ന് കേട്ടോ. നമ്മൾ മടക്കുമ്പോൾ കുട്ടികളുടെ ഫിംഗർ എങ്ങനെയാണ് പോകുന്നതെന്ന് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. താങ്ക് യു മാം. താങ്ക് യു. ലൈവ് ക്ലാസ്സിലാണോ കാണിക്കേണ്ടത്? വീഡിയോ ഓൺ ചെയ്തിട്ട്?